ഇന്നത്തെ റെസിപ്പി ഒരു വൈറ്റ് പാസ്തയാണ്. അതിന് ഒരു സോസ് തയ്യാറാക്കാം. അതിനായി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് 2 തക്കാളി 4 പീസാക്കിയത്, സവാള 2 കഷ്ണങ്ങളാക്കി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1 കഷ്ണം, 6 മുളക്, 4 വെളുത്തുള്ളി, അതിന് കുറച്ച് വെള്ളം, ആവശ്യമായ വെള്ളം കുറച്ചിട്ടാൽ മതി. ഒരു 1/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ലോക്ക് ചെയ്ത് ഒരു വിസിലായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. സോസിന് തയ്യാറാക്കിയ തക്കാളി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിൻ്റെ തൊലി എടുത്ത് മാറ്റണം. തക്കാളിയുടെ തൊലി മാറ്റി വേണം എടുക്കാൻ. സോസിൻ്റെ കൂട്ട് ഇവിടെ അരച്ചെടുക്കുകയാണ്. അരച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി താളിക്കാം. സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച്, ഇത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഒലിവ് ഓയിലാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത്. യഥാർത്ഥത്തിൽ ചേർക്കേണ്ടത് ഒലിവ് ഓയിലാണ്. ഇതൊരു 4 സ്പൂണ് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ബ്രൗൺ നിറം ആകുന്നുണ്ട്. ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിൽ 1 സ്പൂൺ സോയയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഓർഗാനോ ആണ്. ഇത് എല്ലാ ഷോപ്പുകളിലും കിട്ടും. ഇതിൽ മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. 1/2 സ്പൂണ് ഇവിടെ ഞാൻ ചേർക്കുകയാണ്. ഇനി ഇതിൽ ചതച്ച മുളകും കൂടെ ചേർക്കാനുണ്ട്. മുളക് പൊടി ചേർക്കുന്നില്ല. നേരത്തെ മുളക് ഉള്ളിയുടെ കൂടെ വേവിച്ചിട്ടുള്ളത് കൊണ്ട് ചേർക്കുന്നില്ല. ഇത് ചെല്ലി ഫ്ലെക്സാണ്. ഇതും കൂടെ ഇതിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ പറ്റാനുണ്ട്. ഇതെല്ലാം വറ്റി റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാണ്. സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച്, വൈറ്റ് പാസ്ത ആയതുകൊണ്ട് ഇതിനൊരു വൈറ്റ് ക്രീം ഉണ്ടാക്കണം. അതിനാണ് ബട്ടർ. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി 3 കഷ്ണം, 3 ചെറിയ പീസ് ബട്ടർ ഇട്ട്, ബട്ടറിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ മാവ് ഇട്ട് ഇതിനെ നല്ല ക്രീമി പരുവത്തിൽ കിണ്ടി കൊടുക്കണം. ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ഗ്ലാസ് പാല് തുടരെ ഇത് കൈ വിടാതെ ഇളക്കി കൊടുക്കണം. വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാണ്. പാസ്തയ്ക്കുള്ള വൈറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട്.
പാസ്തയ്ക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് സവാള ചെറിയ പീസായി എടുത്തത് 1 കപ്പ്, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ക്യാപ്സിക്കം, പിന്നെ പാസ്ത 1 കപ്പ്. ഇത് ഇനി പാസ്ത അടുപ്പത്ത് വെച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിച്ച് പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് ഒരു 1/4 സ്പൂണ് ഒലിവ് ഓയിലും കൂടെ ഒഴിക്കുകയാണ്. പാസ്ത വെന്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ കട്ടാവുന്നെങ്കിൽ ഇത് വെന്ത് കഴിഞ്ഞു. ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. തമ്മിൽ ഒട്ടാതെ ഇരിക്കാനാണ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പാസ്ത ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് ചട്ടി ചൂടാകട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണ് മതി. ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിൽ 1/2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇത്തിരി വേവാനുണ്ട്. വേകുന്നത് വരെയും ഒന്ന് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഏകദേശമായി വരുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇത് കൊച്ചു മക്കൾക്കൊക്കെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇത് പുറത്തു പോയി മേടിച്ചു കൊടുക്കുന്നതിനേക്കാളും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് ഇനി ഒരു 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കാരണം സോസുകളിലെല്ലാം ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിൽ ശകലം മാത്രം ചേർത്താൽ മതി. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൽ കൂടി പാസ്ത ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ വേവിച്ച് അരിച്ച് ഇതിൽ ഊറ്റി വെച്ചതാണ്. അതിനെ കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം പാസ്ത സോസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എത്ര കൂടുതലുണ്ടെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാവുന്നതാണ്. ഇത് ആവശ്യത്തിന് ഇതിലെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് അവരവരുടെ ആവശ്യത്തിന് സോസ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ഹോം മെയ്ഡ് പാസ്തയാണ്. ഇത് രുചിക്കൊന്നും ഒരു കുറവുമില്ല. ഇതിലേക്ക് ഇനി വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാമേ. അതും ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം എടുക്കാൻ പറ്റും. ഇനി കുറച്ച് ഉറുകിയാണ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഇടേണ്ടത് ബട്ടറാണ്. ബട്ടർ ഞാൻ ഇവിടെ 1 പീസ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സോസുകൾ തയ്യാറാക്കിയാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇതാരും മിക്സ് ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ അമർത്തിയേക്കണേ.